നമസ്കാരം. കണ്ണൂർ എടിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ്, തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണാമണി എന്ന ഒരു യുവതി ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്തിരുന്നുവെന്നും അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളോട് സംസാരിച്ചിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം തന്നെ നടന്നിട്ടില്ല എന്നും വെറുതെ ഷേവ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുത്തതാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ വീട്ടിലെത്തുകയും അവിടെ അവരുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുകയും ശരീരം പരിശോധിക്കുകയും അതുപോലെ റീപോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കളവാണ് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതായത് ഇത്തരത്തിൽ ഒരാൾ തങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടില്ല എന്നും ഇതൊക്കെ കള്ളമാണ് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആരും തന്നെ പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരുപക്ഷെ വീണാമണി പറയുന്നത് ശരിയായിരിക്കണം, അന്ന് അവർ വന്നിട്ടുണ്ട്, അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ആയിരിക്കും. ഒരുപക്ഷെ അതിൽ നിന്നുള്ള സംശയം കൊണ്ടായിരിക്കണം ഇത് തുടരന്വേഷണം പോകണമെന്നും നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് അവർ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു ഒക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇന്ന് പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നത് വീണാമണി എന്ന ആ സ്ത്രീ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ്. കാരണം അവര് CPM വേട്ടാടാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആരൊക്കെയോ ചെന്ന് ആക്രമിച്ചുവെന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയെന്നും പിന്നീട് പോലീസ് ഇടപെട്ടാണ് മൊബൈൽ ഫോൺ തിരിച്ചു വാങ്ങിക്കൊടുത്തതെന്നും ഒക്കെ പറയുന്നുണ്ട്. അതായത് CPM അവരെ അപായപ്പെടുത്താൻ, അപകടപ്പെടുത്താൻ, അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവ് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകം തന്നെയാണ്. അതിനെ സംബന്ധിച്ച് വീണാമണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും സത്യം തന്നെയാണ്. അതേക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണാമണിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ അവരത് പുറത്തു പറയുമെങ്കിൽ അതിനെ പിന്തുടർന്ന് പോയാൽ ഒരുപക്ഷെ ഈ കുറ്റം തെളിയിക്കപ്പെട്ടേക്കാം, ഈ കൊലപാതകം തെളിയിക്കപ്പെട്ടേക്കാം എന്നതുകൊണ്ട് ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം CPM തുടങ്ങി എന്നത് തന്നെയാണ് കൊലപാതകമാണ് എന്നുള്ള ശ്രമമായി വിലയിരുത്തേണ്ടി വരുന്നത്. വീണാമണി പറയുന്നത് കളവാണെന്നുണ്ടെങ്കിൽ CPM വീണാമണിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമല്ല, ആത്മഹത്യയാണ് എന്നുണ്ടെങ്കിൽ തെളിയിക്കാൻ പറ്റില്ല. കാരണം കൊലപാതകമാണെങ്കിൽ മാത്രമേ കൊലപാതകമെന്ന് തെളിയിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ CPM പരിഭ്രാന്തിപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ വീണാമണിയുടെ പിന്നാലെ CPMന്റെ ഗുണ്ടകൾ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നാണ്. തുടക്കം മുതലേ നമുക്കറിയാം ഇതൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന്. CPMന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ആദ്യം ആരാണ് നശിപ്പിക്കപ്പെടേണ്ടത് എന്ന് കണ്ടെത്തും, പിന്നെ അവർക്കെതിരെ ഒരു മോശം ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു മോശം പ്രസംഗമോ അല്ലെങ്കിൽ അവഹേളനമോ നടത്തും. അതിനുശേഷം ആ കൃത്യം നിർവഹിക്കും. അതിനുശേഷം പ്രതികളെ സംരക്ഷിക്കും. നവീൻ ബാബുവിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ തവണ ഷബീർ വിളിച്ചു പറയുമ്പോൾ ഇത് നവീൻ ബാബുവിന്റെ കാര്യവുമായി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ പെരിയ ഇരട്ടക്കൊല കേസുമായി ഇതിന് സാമ്യമുള്ളപ്പോ അപ്പൊ എല്ലാത്തിലും അവരുടെ നടപടികൾ ഒരുപോലെ ആകുമ്പോൾ വീണാമണി പറഞ്ഞ് സത്യമായിരിക്കാൻ സാധ്യതയുണ്ട്. ഡ്രൈവറുടെ തിരോധാനവും മറ്റും അന്വേഷിക്കേണ്ടതും ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇവിടെ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം അന്വേഷണം വൈകിപ്പിക്കുന്നു, തെളിവെടുക്കുന്നില്ല. നവീൻ ബാബു താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലും അതുപോലെ അതിന്റെ പരിസരത്തുമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് കളക്ട് ചെയ്തിരുന്നില്ല. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ ദൃശ്യങ്ങളും വീണ്ടെടുത്തിട്ടുണ്ട്, അത് പോലീസ് കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ കുറ്റകൃത്യം നടന്നു അല്ലെങ്കിൽ ആത്മഹത്യ നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന് പറയാം. പോലീസിന്റെ CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റും ഇവിടെ വീണാമണി പറയുന്ന സ്റ്റേറ്റ്മെന്റും എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം സംശയിക്കുന്ന വിധത്തിൽ CBI എങ്ങാനും വന്നാൽ, അന്വേഷണത്തിന് വന്നാൽ ഒരുപക്ഷെ വീണാമണി കേസിൽ സാക്ഷിയോ കക്ഷിയോ ഒക്കെ ആയി മാറുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ അത് CPMനും PP ദിവ്യയ്ക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം അത് അപകടമായിരിക്കും. ഒരുപക്ഷെ കളക്ടർക്ക് ജോലി തിരക്കുന്ന സാഹചര്യം പോലും ഉണ്ടായേക്കാം. കാര്യങ്ങൾ അങ്ങനെ എത്തുന്ന സാഹചര്യത്തിൽ തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളത് ആദ്യ ദിനം മുതൽ തന്നെ CPM തുടങ്ങിയിട്ടുള്ളതാണ്. കണ്ണൂരിൽ നിന്ന് നവീൻ ബാബുവിന്റെ ശരീരവും കൊണ്ട് പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിലുള്ള CPM നേതൃത്വം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും നവീൻ ബാബുവിന്റെ ശരീരം കത്തി തീർന്നു കഴിഞ്ഞപ്പോൾ നിലപാട് മാറിയത് നമ്മൾ കണ്ടു. ഇന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം CPM ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതാണ് നിലവിലെ സ്ഥിതി. അതായത് തങ്ങളുടെ നേതാക്കളെ, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളെ സംരക്ഷിക്കാൻ, അവരുടെ കള്ളപ്പണ ഇടപാടുകളെ സംരക്ഷിക്കാൻ, അവരുടെ ബിനാമി ഇടപാടുകളെ സംരക്ഷിക്കാൻ, അവരുടെ ബിനാമി കച്ചവടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന നിലപാടിൽ CPM നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു ADMO അവരുടെ കുടുംബമോ ഒരു വിലയുള്ളതല്ല. അങ്ങനെ വരുമ്പോൾ തെളിവായി മുന്നിൽ നിൽക്കുന്ന വീണാമണി എന്ന സ്ത്രീ അവർ ഒരു പുഷ്പം പോലെ അവർക്ക് എടുത്തു കളയാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് അവർ കരുതുന്നത്. വീണാമണി പറയുന്നത് സത്യമാണോ അതോ വെറുതെ പറയുന്നതാണോ വിടുവായി പറയുന്നതാണോ എന്ന് പോലും അറിയാത്തത് കൊണ്ടാണ് ഡിഫറന്റ് ആംഗിൾസ് ഇതുവരെ ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കാതിരുന്നത്. പക്ഷെ ഇന്ന് വന്നിട്ടുള്ള പുതിയ വിവരം അനുസരിച്ച് വീണാമണിയെ കൊല്ലാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വീണാമണിക്ക് പല കാര്യങ്ങളും അറിയാം. ഒരുപക്ഷെ കണ്ണൂരിൽ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ദിക്സാക്ഷിയാണ് താൻ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. അത് വാസ്തവമായതുകൊണ്ടാണ്
വീണാമണിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. കാരണം വാഹനം കണ്ടെത്താൻ കഴിയും, ആരൊക്കെ അതിൽ പങ്കെടുത്തു എന്ന് കണ്ടെത്താൻ കഴിയും. സ്വാഭാവികമായും മൃതദേഹം ലഭിച്ചെങ്കിൽ കൂടി അത് എളുപ്പത്തിൽ കുറ്റം തെളിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായും പി ദിവ്യയെ രക്ഷിക്കണം, അവിടെ പ്രശാന്തനെ രക്ഷിക്കണം, കണ്ണൂർ കളക്ടറെ രക്ഷിക്കണം. അതുപോലെ ആരൊക്കെയാണ് ഇനി ബിനാമി ഇടപാടുകളിൽ ഉള്ളത് എന്ന് അറിയാൻ വയ്യ. കാരണം നവീൻ ബാബുവിനെ വെറും ഒരു സംസാരത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഒപ്പിന്റെ പേരിലോ വകവരുത്തുമെന്ന് കരുതേണ്ടതില്ല. അപ്പോ വലിയ കാര്യങ്ങൾ എന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പുറത്തു വരാത്ത വല്ല ബിനാമി ഇടപാടുകളോ മറ്റോ ഒരുപക്ഷെ നവീൻ ബാബുവിന് അറിയാമായിരിക്കണം. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം രേഖകളും വിവരങ്ങളും നവീൻ ബാബുവിന് അറിയാമെങ്കിൽ സ്വാഭാവികമായും നവീൻ ബാബു ജീവിച്ചിരുന്നാൽ അവർക്ക് പ്രയാസമാകും. അപ്പോൾ അതിനുവേണ്ടി ഒരു യാത്രയപ്പ് നാടകം ഉണ്ടാക്കുന്നു. ആ യാത്രയപ്പ് നാടകത്തിൽ പി ദിവ്യ ഒന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച ശേഷം അതിൽ മനോക്ഷമം കൊണ്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് തൽക്കാലം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. പി ദിവ്യ തൽക്കാലം ആത്മഹത്യാ പ്രേരണ കുറ്റം വന്നാലും ഒന്ന് ജയിലിൽ പോകേണ്ടി വരും, പിന്നെ ജാമ്യമെടുത്ത് പുറത്തു വരാം. അതിനുശേഷം പദവി പൂർവാധികം ശക്തിയായി മന്ത്രിയായി അവരോധിക്കാം എന്നൊക്കെ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവും. അടുത്ത അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പിൽ പി ദിവ്യ ഒരു MLA സ്ഥാനാർത്ഥിയായി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ തെളിവുകൾ കൊലപാതകം നടന്നു എന്ന നിലയിലേക്ക് വന്നാൽ അത് അവരുടെ പ്ലാനുകളെല്ലാം തകർക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് വീണാമണി പറഞ്ഞ ഈ ഒരു സത്യത്തെ എത്രയും പെട്ടെന്ന് മൂടിക്കളയാൻ, അല്ലെങ്കിൽ വീണാമണിയെ തന്നെ മൂടിക്കളയാൻ വേണ്ടി CPM ശ്രമിക്കുന്നത് എന്നാണ് കരുതേണ്ടത്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും CPMന്റെ പ്രതിരോധം കൂടി വരുമ്പോൾ, കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണുമ്പോൾ ഇതൊരു കേവലം ആത്മഹത്യയല്ല, ഒരു കൊലപാതകം തന്നെയാണ് എന്നതിലേക്ക് എത്തുകയാണ്. ഏതായാലും കോടതി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്നാണ് ഇത് വിധി പറയുക, എന്നാണ് ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുക, എന്നാണ് ഇതിന് CBI വരിക, എന്നാണ് ഈ കുറ്റം തെളിയിക്കപ്പെടുക, എന്നാണ് നവീൻ ബാബുവിന്റെ ഘാതകർ ശിക്ഷിക്കപ്പെടുക എന്നൊരു സംശയത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.